ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട പുണ്യകരമായ പ്രദോഷമാണ് വരാൻ പോകുന്നത്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തിന് ഭൗമപ്രദോഷം എന്നാണ് പറയുന്നത്. ഈ ചൊവ്വാഴ്ച പ്രദോഷം വരികയും ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷത്തിനും ചില പ്രത്യേകതകളുണ്ട്. അതായത് ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമായതുകൊണ്ട് തന്നെ ചൊവ്വാഗ്രഹം ദോഷഭാവത്തിൽ നിൽക്കുന്ന മനുഷ്യർ അവർ ഈ ദിവസം പ്രദോഷം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ശ്രേഷ്ഠതയുണ്ടാകും. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അവർ ശ്രേഷ്ഠന്മാരായിത്തീരും. അതായത് സമൂഹത്തിൽ ബഹുമാനിക്കുന്ന രീതിയിലുള്ള, സമൂഹം അവരെ നന്നായി ബഹുമാനിക്കും. അത്രയും നല്ല രീതിയിലേക്കുള്ള ഒരു ഉയർച്ച അവർക്ക് ഉണ്ടാകും. ഭഗവതിയുടെ അനുഗ്രഹം നന്നായി ഉണ്ടാകും. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം, ആ അനുഗ്രഹം നന്നായി ഉണ്ടാകും ഈ ദിവസം. മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിലും ആ കൂട്ടത്തിൽ ഈ ദേവതകളുടെ അനുഗ്രഹം കൂടി വളരെ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജാതകം തന്നെ തിരുത്തി എഴുതപ്പെടും. അതായത് ഒരു മനുഷ്യൻ, ഞാൻ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം എൻ്റെ വിധിയാണ്, എൻ്റെ തലയിലെഴുത്താണ്, എനിക്കിതിൽ നിന്നും മാറി നിൽക്കാൻ പറ്റുന്നില്ല, ഇത് ഞാൻ അനുഭവിച്ചു തീർക്കണം എന്ന് കരുതി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പോലും അത് മാറിപ്പോകും. പ്രാർത്ഥിച്ചാൽ മതി, വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ഈ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് പ്രദോഷം അനുഷ്ഠിക്കേണ്ടത്? രാവിലെ മുതൽ, പ്രദോഷ ദിവസം രാവിലെ മുതൽ അതികാലെ എഴുന്നേറ്റ് കുളിച്ച് നാമം ജപിച്ച് ഭസ്മം തൊട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുക. നമ്മൾ സന്ധ്യ വരെ ഉപവാസമാണ് പ്രദോഷത്തിൻ്റെ ശരിയായ അനുഷ്ഠാന രീതി. സന്ധ്യയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുകയും ദീപാരാധന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒരു കരിക്കും കുറച്ച് പഴങ്ങളും മേടിച്ച് ഭഗവാന് സമർപ്പിച്ച് അവിടെ നിന്നും നേദിച്ചു കിട്ടുന്ന ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നേദിച്ചു കിട്ടുന്ന കരിക്കും പഴങ്ങളും കഴിച്ച് നമ്മുടെ ആ ഒരു പ്രദോഷം അവസാനിപ്പിക്കും. അതിനുശേഷം നമ്മൾ അരിഭക്ഷണം കഴിക്കും. ഇങ്ങനെയാണ് പ്രദോഷത്തിൻ്റെ ഒരു ശരിയായ രീതി. സന്ധ്യാസമയത്ത് നമഃശിവായ മന്ത്രം ജപിക്കണം. നമഃശിവായ മന്ത്രം ജപിച്ച് ഭഗവാന് പ്രാർത്ഥനകൾ, അർച്ചനകൾ നടത്തി പ്രാർത്ഥിക്കണം. ഭഗവാന് ജലം കൊണ്ട് ധാര ചെയ്യുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. പാലുകൊണ്ട് മറ്റു ദ്രവ്യങ്ങൾ കൊണ്ടൊക്കെ ധാര ചെയ്യാറുണ്ട്. എങ്കിലും ജലധാരയാണ് ഭഗവാന് കൂടുതലായിട്ട് ഇഷ്ടം. മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ അന്നേ ദിവസം മഹാദേവന് ഒരു അർച്ചന കഴിപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ദേവിക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കാരണം ചൊവ്വാഴ്ചയാണ് പ്രദോഷം വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും പ്രദോഷ ദിവസം നമ്മൾ മഹാദേവനെ എന്ത് പൂജ ചെയ്താലും ദേവിക്ക് വിളക്ക് കൂടി തെളിയിച്ച് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പ്രാർത്ഥനയ്ക്ക് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. ഈ ദിവസം പ്രദോഷം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവതിയുടെ അനുഗ്രഹവും ചൊവ്വാഗ്രഹത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ തന്നെ വേലായുധ സ്വാമിയുടെ അനുഗ്രഹവും നമുക്ക് ധാരാളമായിട്ട് ലഭിക്കും. ചൊവ്വാദശയിൽ പെട്ടിരിക്കുന്ന, അതായത് ഇപ്പോൾ നമ്മൾ ചൊവ്വാദശ നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, വിവാഹ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ചൊവ്വാദോഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, നല്ല വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ജാതകത്തിൽ ചൊവ്വയുടെ ദോഷമുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഒരു തരത്തിലും രക്ഷപ്പെടത്തില്ല, ജീവിതം തീർന്നു, ഇനി നരകിച്ച് ജീവിക്കാം എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ, രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, വീട് വെക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, സമ്പത്ത് കൈ വന്നിട്ടും നിൽക്കാതെ ധാരാളം അനാവശ്യ ചെലവുകൾ വന്നിട്ട് പണം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള ആളുകൾ, കടത്തിൽ മുങ്ങിയിരിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷം. അത് 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ചൊവ്വാഴ്ചയാണ്. എല്ലാവരും തന്നെ അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. നിങ്ങൾക്ക് രാവിലെ മുതൽ സന്ധ്യാസമയം വരെ ഇരുന്ന്, അതായത്
പൂർണ്ണമായ ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പാലും പഴങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക, ജലം കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. ധാന്യഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾക്ക് അരിഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഇരുന്ന് നോക്കിക്കൊള്ളുക. ദിവസവും നമഃശിവായ മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഭസ്മം ധരിക്കുക. കിടക്കുന്നതിന് മുമ്പ് ഭസ്മം ധരിച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പണ്ട് കാലത്ത് മുത്തശ്ശിമാർ എന്താണ് പറയുന്നത്? നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കാല് നന്നായി കഴുകണം. കാല് കഴുകിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കിടന്നുറങ്ങാൻ പാടുള്ളൂ. കാല് കഴുകി, മുഖം കഴുകി, അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ പ്രാർത്ഥിച്ച് ഭസ്മം തൊട്ടിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാലൻ്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല, യമരാജൻ്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല, ദുസ്വപ്നങ്ങൾ കാണുകയില്ല, ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പഴയ കാലത്ത് കാല് കഴുകിയോ, കിടക്കുന്നതിന് മുമ്പ് ചോദിക്കും, കൈയും കാലും മുഖവും കഴുകിയോ, പ്രത്യേകിച്ച് കാല് നന്നായി ഉരച്ച് കഴുകിയോ എന്ന് ചോദിക്കും. ഭസ്മം തൊട്ടിട്ടാണോ കിടന്നുറങ്ങുന്നതെന്ന് ചോദിക്കും. അങ്ങനെ നിങ്ങളെല്ലാവരും ഇതുവരെ അങ്ങനെ ശീലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ആ രീതിയിൽ ശീലിക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമഃശിവായ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് പഞ്ചശുദ്ധി ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അതായത് ശരീരത്തിന് ശുദ്ധി ഉണ്ടാകണം, വാക്കിന് ശുദ്ധി ഉണ്ടാകണം, മനസ്സിന് ശുദ്ധി ഉണ്ടാകണം, ഇന്ദ്രിയങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം, നിങ്ങളുടെ വീടിന് ശുദ്ധി ഉണ്ടാകണം. അതായത് നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് നാമം ജപിക്കുമ്പോൾ നിങ്ങളുടെ ആ പൂജാമുറി മാത്രം വൃത്തിയാക്കിയാൽ പോരാ. നിങ്ങളുടെ അടുക്കളയിൽ തലേ ദിവസത്തെ എച്ചിൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് ശുദ്ധി ഉണ്ടാവുകയില്ല. നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ അടുക്കളയെങ്കിലും വൃത്തിയാക്കി വെച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങേണ്ടത്. അതായത് തലേ ദിവസത്തെ നിങ്ങളുടെ ആ വേസ്റ്റ് എല്ലാം മാറ്റി നിങ്ങളുടെ എച്ചിൽ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള നന്നായി തൂത്ത് തുടച്ചിട്ടതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇവയൊക്കെ ശുദ്ധിയോടുകൂടി വെക്കണം. ഇനി കുളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ശരീരം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തലയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് നിങ്ങൾ നന്നായിട്ട് മുടിയൊക്കെ കെട്ടി അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണം. മൂക്ക്, കണ്ണ്, ചെവി, അതുപോലെ തന്നെ നാക്ക് ഇവയൊക്കെ തന്നെ ത്വക്കൊക്കെ തന്നെ നമ്മുടെ ശരീരം അതെല്ലാം വൃത്തിയായി സൂക്ഷിച്ചിട്ട് വേണം, വൃത്തിയായി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നാമം ജപിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ ചീത്ത വിളിച്ചിട്ട്, അവരെ മോശം പറഞ്ഞിട്ട്, അവരെ അസഭ്യം പറഞ്ഞിട്ട് നമ്മൾ മാറിയിരുന്ന് നാമം ജപിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക് ഇതെല്ലാം തന്നെ എന്തുണ്ടായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനെ എല്ലാ ശുദ്ധിയോടും കൂടി ഇരുന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമഃശിവായ മന്ത്രം ജപിക്കേണ്ടത്. നമഃശിവായ മന്ത്രം മാത്രമല്ല, എല്ലാ നാമങ്ങളും നമ്മൾ ജപിക്കുമ്പോൾ ശുദ്ധി ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള ശുദ്ധിയോട് കൂടിയിരുന്ന് വൃത്തിയുള്ള പ്രദേശത്ത് വൃത്തിയുള്ള ശരീരത്തോടു കൂടി വൃത്തിയുള്ള മനസ്സോടു കൂടിയിരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? നാമം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഫലസിദ്ധിയാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഭഗവാനെ ഇത്ര വലിയ മാറ്റമാണല്ലോ നാമജപത്തിലൂടെ എനിക്ക് ലഭിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാനായിട്ട് പറ്റും. ഒന്ന് പരിശ്രമിച്ച് നോക്കുക. ശ്രദ്ധയോടുകൂടി, ക്ഷമയോടുകൂടി, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇരുന്ന് നാമം ജപിക്കുകയും ഇതുപോലുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് എടുത്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമഃശിവായ മന്ത്രം എങ്ങനെ ശരിയായി ജപിക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഏത് രീതിയിലാണ് നമഃശിവായ മന്ത്രം ജപിക്കേണ്ടത്, നമഃശിവായ മന്ത്രത്തിൻ്റെ കൂടെ ഹ്രീം എന്ന ശബ്ദം എന്തിനാണ് നമ്മൾ ചേർക്കുന്നത്, അങ്ങനെ ചേർത്തില്ലെങ്കിൽ എന്താണ് ഗുണം, ചേർത്താൽ എന്താണ് ഗുണം, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വളരെ വിശദമായി തന്നെ നമുക്ക് പറയാം. നിങ്ങളെല്ലാവരും പ്രദോഷവ്രതം അനുഷ്ഠിക്കണം. ഇനി പ്രദോഷവ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അന്നേ ദിവസം സന്ധ്യാസമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധമായിരുന്ന് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ പോലും നമഃശിവായ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.